Good morning, ladies and gentlemen. Welcome to your favorite. Ladies and gentlemen, ഈ സാംസങ്ങിൻ്റെ എന്തെങ്കിലും സാധനം ഞാൻ റിവ്യൂ ചെയ്യാൻ ഇടുമ്പം ഏറ്റവും കൂടുതൽ താഴെ പറഞ്ഞ ഒരു കമൻ്റാണ്, ബ്രോ സാംസങ് ഗാലക്സി S26 അൾട്ര റിവ്യൂ ചെയ്യുമെന്ന്. എടാ ഞാൻ എന്താണ് ഞാൻ ഇതിൽ റിവ്യൂ ചെയ്യേണ്ടത്? എനിക്ക് അതാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ S25 അൾട്രയുടെ റിവ്യൂ നിങ്ങൾ പല ചാനലിലും കണ്ടിട്ടുണ്ടാവും. ആ സാധനത്തിൽ നിന്ന് 3 സാധനം ഇതിലുണ്ട്. ഒന്ന് പ്രിവസി ഡിസ്പ്ലേ, അതിട്ട് കഴിഞ്ഞാൽ ഈ നമ്മൾ സൈഡിൽ നോക്കണതനുസരിച്ച് ഓണാക്കി കാണിച്ചു തരാം. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ നോക്കണവർക്ക് ഇരിക്കണമെന്ന് ഡിസ്പ്ലേ കാണാൻ പറ്റില്ല. ഈ ഒരു സാധനവും പിന്നെ 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 20 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്, അതിനുശേഷം പുതിയൊരു ചിപ്സെറ്റ്. ഇത്രയും സാധനങ്ങളാണ് ഈ ഫോണിലുള്ളത് പുതിയതായിട്ട്. വേറൊന്നുമില്ല. S25 അൾട്രയിൽ ഒരു പ്രിവസി മറ്റേ സാധനം ഒട്ടിച്ച് കഴിഞ്ഞാൽ S26 അൾട്ര ആകുമെന്ന് വേണമെങ്കിൽ വെറുതെ തമാശയ്ക്ക് പറയാം. ഇതിൻ്റെ അകത്തിരിക്കുന്ന സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ആണ്. 8 നിന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ല ചിപ്സെറ്റിൽ, അതായത് പെർഫോമൻസിലായിക്കോട്ടെ. യാതൊരു ഭയങ്കരമായിട്ടുള്ള എൻ്റെ പൊന്നു മോനെ എന്ന് തോന്നൂല. നിങ്ങൾ വല്ല സാംസങ് S20യോ S22 അൾട്രയൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇതിലോട്ട് ചാടിയാൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടും പെർഫോമൻസിൽ. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് കിട്ടൂല. അത് കഴിഞ്ഞ് സെയിം S Pen, സെയിം ബാറ്ററി, സെയിം ക്യാമറ സെൻസർ, സെയിം എല്ലാം സെയിമാണ്. ഫ്രണ്ട് ക്യാമറ സെയിം. ഇതിലെന്താണ് ഞാൻ റിവ്യൂ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞു തന്നെ. 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് ഫോൺ ചാർജ് ചെയ്യാം. വെരി ഗുഡ്. ഈ ഫോണിന് ഞാൻ കണ്ടൊരു സാധനമാണ്, ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ ഇവിടെ ഫ്രെയിം മൊത്തം ചൂടാവും. ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്താൽ ചൂടാവും. ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ ഈ ഏതൊരു സാംസങ്ങിൻ്റെ ഫോൺ മേടിച്ചാലും കുറച്ച് നാൾ എടുക്കും. അതൊരു 5 ദിവസം എടുക്കും. നമ്മളുടെ ഒരു യൂസിനേറിയോ അനുസരിച്ച് അതൊന്നും ഇതാകും. പക്ഷേ അല്ല, വെറുതെ ക്യാമറ ഓപ്പണൊക്കെ നല്ല രീതിയിൽ ക്യാമറയൊക്കെ ഓണാക്കുകയാണെങ്കിൽ നല്ല ചൂടാവും. എന്താണ് ഇനി ഈ ഫോണിനെ പറ്റി പറയാനുള്ളത്? ഒന്ന് പറഞ്ഞു എന്താണ്? ക്യാമറയിലൊന്നും ഒരു മാറ്റവും കൊണ്ടില്ല. സെയിം 50, 10, 200 സെയിം ഫ്രണ്ട് ക്യാമറ, സെയിം ബാറ്ററി, സെയിം ഡിസ്പ്ലേ. ഇനി ഏവനൊക്കെ വന്ന് 8 ബിറ്റ് FRC എന്നൊക്കെ പറഞ്ഞാലും 8 ബിറ്റ് പാനൽ തന്നെ, 10 ബിറ്റും തന്നെ. ആകെ ഇതിൽ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 12 മെഗാ പിക്സൽ നമുക്ക് 24 മെഗാ പിക്സലാക്കാൻ പറ്റും. അതിനാദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ക്യാമറ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യണം. അത് മറ്റേ ഇതായിട്ട് വരില്ല, നമുക്ക് ഡൗൺലോഡ് ചെയ്താലേ വരത്തുള്ളൂ. അവിടെ കയറിയിട്ട് നമുക്ക് അഡ്വാൻസ് റെസൊല്യൂഷൻ ഓപ്ഷനിൽ 24 മെഗാ പിക്സലിൻ്റെ റെസൊല്യൂഷൻ ഉണ്ട്. അത് ഓണാക്കി ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും 12 മെഗാ പിക്സൽ വെച്ച് ഫോട്ടോ എടുക്കരുത്, 24 മെഗാ പിക്സൽ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ എക്സ്പേർട്ട് റോ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. എക്സ്പേർട്ട് റോ എന്ന് പറയുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടണുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെർച്വൽ റിഫ്ലക്ടർ എന്ന് പറയുന്നൊരു പരിപാടി വരും. സിൽവറും ഗോൾഡും ഉണ്ട്. ഒരുപാട് പരിപാടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ എക്സ്പേർട്ട് റോ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്യാമറ കൺട്രോൾസ് നിങ്ങൾക്ക് കിട്ടും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഫോണിലൊന്നുമില്ല. ഇതാണ് എൻ്റെ റിവ്യൂ. ഫോൺ ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിയുമ്പോൾ ഇവിടെ മൊത്തം ചൂടാവും. അതെന്തൊരു കോമഡിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ എന്താണ് അതിൽ പറയാനുള്ളത്? ഒന്ന് പറഞ്ഞു തന്നേ. വേറെ എന്ത് പറയും? കഴിഞ്ഞ S25 അൾട്ര ഞാൻ റിവ്യൂ ചെയ്തില്ല. ഒന്നുമില്ല അതിൽ പറയാൻ. സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ ഐ ഫീൽ ഈവൻ സാംസങ് ആൻഡ് ആപ്പിൾ ഈസ് ഡൂയിങ് വളരെ ഇത് മതി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ആപ്പിളിൻ്റെ കേസും അത് തന്നെ. ഈ വരാൻ പോണ iPhone 18 Pro ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഡൈനാമിക് ഐലൻഡ്, ഒരു വലിയ ബാറ്ററി, 5200 എന്തോ ആണ് പ്രോ മാക്സിൽ എന്ന് പറഞ്ഞത്. ഒരു 200 mAh എന്തോ കൂടുന്നുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബിൽഡ് ക്വാളിറ്റി അവർ സെറ്റ് ആക്കുന്നുണ്ട്. മറ്റേ ഈ വീഴുമ്പോൾ ചളുങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും അവരെന്തോ മാറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു മെറ്റീരിയലിൽ എന്തോ ഒരു ചേഞ്ച് വരുത്തുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം. നാലാമത്തെ കാര്യം C2 എന്ന് പറയുന്ന അവരൊരു സെല്ലുലാർ മോഡം വരുന്നുണ്ട്. ആപ്പിൾ തന്നെ ഉണ്ടാക്കുന്ന മോഡമാണ്. ആ സാധനത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പതിപ്പ് അതിൻ്റെ അകത്ത് വരും. ഓക്കെ. പിന്നെ എന്തിനാണ് ബാക്ക് ക്യാമറയിൽ വേരിയബിൾ അപ്പർച്ചർ അറിയല്ലേ, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൂട്ടുക. ഇപ്പോൾ എൻ്റെ ഈ സാധനം ഇതിപ്പോൾ
2.8 ആണ്. ഇതിപ്പോൾ ഞാൻ കുറയ്ക്കുകയാണെന്ന് വെച്ചോ, ഇത് കുറച്ചിട്ട് ഇപ്പം എൻ്റെ ISO കൂട്ടിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കുറയും. അതാണ് നമ്മൾ F വെച്ച് കളിക്കണമെന്ന് പറയണത്. ഓക്കെ, ഇപ്പം ഞാൻ F കൂട്ടി, അപ്പോൾ ലൈറ്റ് ISO കുറയ്ക്കുക. ISO കുറയ്ക്കുമ്പം അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സെപ്പറേഷനും ഒക്കെ കിട്ടും. ഇതാണ് വേരിയബിൾ അപ്പർച്ചർ എന്ന് പറയുന്നത്. അതായത് അപ്പർച്ചർ സൈസ് ഇങ്ങനെ ചുരുങ്ങുകയും കൂടുകയും ചെയ്യും. ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ മോർ ലൈറ്റിൻ എടുക്കും. ഓക്കെ, നല്ല ലൈറ്റ് എടുക്കും. ഇപ്പോൾ ലോ ലൈറ്റ് പെർഫോമൻസിനൊക്കെ അപ്പർച്ചർ മൊത്തം പൊക്കി വയ്ക്കുന്നതാണ് നല്ലത്. അപ്പം നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലറും നല്ല വെളിച്ചവും കയറും. ഇത് കുറയ്ക്കണമനുസരിച്ചിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കുറഞ്ഞിട്ട് ഡീറ്റെയിലിംഗ് കൂടും. ഇപ്പോൾ ബാക്കിലിരിക്കുന്ന സാധനങ്ങൾ ബ്ലറായിരിക്കുന്നത് അപ്പർച്ചർ കുറയ്ക്കുന്നതനുസരിച്ചിട്ട് അത് തെളിഞ്ഞു വരും. ഇങ്ങനത്തെ ഒരു സാധനം ആപ്പിളിൽ വരുന്നുണ്ട്. പിന്നെ അവരെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസസ്സർ. ഇത്രയേ ഉള്ളൂ, വേറെ ഒരു വെടിയും പോകുകയില്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ഇപ്പോൾ ഈ വർഷത്തെ iOS-ലില്ലേ ഒരു സിറി ഉണ്ട്. ഇതിൽ ഇങ്ങനെ നക്കി പിടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉണ്ട വരും. ഇത് വന്നതിന് ശേഷം ഞാൻ ഇത് യൂസ് പോലും ചെയ്തിട്ടില്ല. എനിക്കറിയാം ഒരുപാട് പേര് സിറി യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ പേഴ്സണലി അത് നോക്കാറ് പോലും ഇല്ല. ആകെ ഞാൻ സിറി യൂസ് ചെയ്യുന്നത് ഹേ സിറി ചാടി വരില്ല, ക്യാൻ യു പുട്ട് ആൻ അലാം ഫോർ ടുമോറോ 6 AM? I've set an alarm for 6 AM tomorrow. ഇത് മാത്രമാണ് ഞാൻ ചെയ്യണം കാര്യമായിട്ട്. അപ്പം ഈ വർഷം ഇറങ്ങുന്ന ഐഫോണിൽ അതിലും വലിയ മാറ്റങ്ങളില്ല. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും. വലിയ ചേഞ്ചസ് ഇല്ല, വളരെ കുറഞ്ഞ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസേ ഉള്ളൂ. ഹൈ ടൈം ഡെഫിനറ്റ്ലി സാംസങ് ഒക്കെ ഒരു 6000-6500 mAh ബാറ്ററിയും നല്ലൊരു കിടിലൻ ഫ്രണ്ട് ക്യാമറയും കുറച്ചും കൂടെ ബെറ്റർ ബാക്ക് ക്യാമറ സെൻസറും ഒക്കെ വരണം. ബിക്കോസ് കോമ്പറ്റീഷൻ അത്രയും ഹൈ ആണ്. ലെറ്റ് ഇറ്റ് ബി വിവോ, ഓപ്പോ, ദേ ആർ ഡൂയിങ് റിയലി ഗുഡ് വെൻ ഇറ്റ് കംസ് ടു ഫോട്ടോഗ്രാഫി. ഇതിൻ്റെ ഒരു മെയിൻ ഗുണം എന്ന് പറയുന്നത് കുറച്ചും കൂടെ വീഡിയോ സെൻട്രിക് ആയിട്ടൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് സാംസങ്ങിൻ്റെ ഫോണ്. യെസ്, അത് ഞാൻ പറയാം. ഫോട്ടോ എടുക്കുന്നവർക്ക് ഞാൻ പറയില്ല, മറ്റേ ഈ പറയുന്ന എക്സ്പേർട്ട് റോ എന്ന് പറയുന്ന അവരൊരു ആപ്പുണ്ട് സാംസങ്ങിൻ്റെ തന്നെ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ട്രൂ ടു ദ കളർ ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിലൊന്നും ഇല്ല എനിക്ക് റിവ്യൂ ചെയ്യാൻ എന്ന് പറയാൻ. അതായത് എന്തെങ്കിലും കണ്ടില്ലേ ഗൈസ് പെർഫോമൻസ് കൂടി ഗൈസ് പറ്റുന്നു, ഈ ക്യാമറ കണ്ടില്ലേ ക്യാമറയുടെ ക്വാളിറ്റി മാറി ഗൈസ് എന്നൊക്കെ ഒന്നുമില്ല പറയാൻ. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. മനസ്സിലായില്ലേ? നമുക്കിങ്ങനെ എടുത്ത് വെക്കുമ്പം നമുക്ക് അറിയണം, ദർ ഇസ് എ ഡിഫറൻസ് എന്ന് ഫീൽ ചെയ്യണം. അതില്ല. അപ്പം എന്ത് ചെയ്യും? ചെയ്യാതിരിക്കുക. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ്. ഇതൊരു മോശം ഫോണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗ്രേറ്റ് ഫോൺ. എസ്പെഷ്യലി ദ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇസ് അബ്സല്യൂട്ട്ലി ദ ബെസ്റ്റ്. വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ്രോയിഡ് സ്കിന്നാണ് One UI, വിത്തൗട്ട് എനി ഡൗട്ട്സ്. ബട്ട് സോഫ്റ്റ്വെയറിൽ കൂടെ എന്ത് വരും എന്നുള്ളത് എനിക്ക് ഇന്നും ഗ്യാരണ്ടി ഇല്ല. വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിലാണ്. ഓക്കെ, അതെന്നും മനസ്സിൽ വെച്ചേക്കുക. But I'm just saying this is a very good phone. It has a good camera, it has a good display, it has a good battery. Okay, it has good battery. ഒരു 1 day ബാറ്ററി ലൈഫ് കിട്ടും. എല്ലാ രീതിയിലും ഗുഡ് തന്നെയാണ്. നല്ല 5G കണക്ഷൻ, എല്ലാം കൊണ്ടും കൊള്ളാം. പക്ഷേ ഇതേ കൊള്ളാവുന്ന ഫാക്ടേഴ്സൊക്കെ S25 അൾട്രയിലും ഉണ്ട്. സോ യു ക്യാൻ ബൈ ദാറ്റ് ഓൾസോ. S25 അൾട്രയും ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് വില കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് അതെടുത്തോ, ഒരു കുഴപ്പമില്ല. ലൗഡ് ആൻഡ് ക്ലിയർ ആണേ. ഇനി വേറൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് പറയല്ലേ. അതാണ് S26 അൾട്രയെ പറ്റി എനിക്ക് പറയാനുള്ളത്.